കേരള PSCയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2020 അതുപോലെ തന്നെ 19 കുറിച്ച് ക്വസ്റ്റ്യൻസ് ചേർത്തുള്ള സെഷനാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം. കേരള ബാങ്ക് 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത്. അതിപ്പോൾ ഈയിടെ ഈ ചോദ്യം വന്നതാണ്. PYQ ആണ്. കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം 2019 നവംബർ 29. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO PS രാജനാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO PS രാജനാണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS ശ്രീറാം കമ്മിറ്റി. അപ്പോൾ അതുകൂടി കേരള ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരള ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്ക് രൂപം കൊണ്ട ആക്ട് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 14A പ്രകാരമാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 14A പ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. കേരള ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? MS ശ്രീറാം കമ്മിറ്റി. രൂപം കൊണ്ട ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ 2019 നവംബർ മാസം 29. അപ്പൊ ഇങ്ങനെ ഓർക്കാം, 19, 29, 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ആദ്യത്തെ CEO, കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO ഇമ്പോർട്ടന്റ് ആണ്, PS രാജനാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO PS രാജൻ. ഏത് കമ്മിറ്റി ശുപാർശ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? MS ശ്രീറാം കമ്മിറ്റി. അടുത്ത് നമുക്ക് കേലോ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളമാണ്. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളമാണ്. 2019 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ വെന്യൂ, 2019 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വെന്യൂ ഗുവാഹത്തിയാണ്. ഗുവാഹത്തി. ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ 2020 കേരളത്തിന്റെ സ്ഥാനം 13. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളമാണ്. അപ്പോൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളം. 2020 വേദി യൂത്ത് ഗെയിംസ് ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. യൂത്ത് ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, വിന്റർ ഗെയിംസ് ഉണ്ട്. അപ്പോൾ കേലോ ഇന്ത്യയുടെ തന്നെ പല കാറ്റഗറി ഉണ്ട്, ശ്രദ്ധിക്കുക. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി ഗുവാഹത്തിയാണ്. ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. ഇനി ഇത് പഠിക്കുമ്പോൾ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 വേദി ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയാണ്. ജേതാക്കൾ 19 മഹാരാഷ്ട്ര തന്നെയാണ്. 2019 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി പൂനെയാണ്. 2019 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. 2020 കേലോ ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വറാണ്. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഗുവാഹത്തി. 2020 കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ഭുവനേശ്വറാണ്. ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി. സോ നമ്മൾ കേലോ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളം. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി ഗുവാഹത്തി. 2019 വേദി പൂനെ. 2020 2019 ജേതാക്കൾ മഹാരാഷ്ട്ര. 20 2019 ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. ഇനി യൂണിവേഴ്സിറ്റി ഗെയിംസ് പറയുവാണെങ്കിൽ 2020 കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ഭുവനേശ്വറാണ്. ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. അടുത്തത് നമ്മൾ ഗഗൻയാൻ പദ്ധതിയെ കുറിച്ച് പറയുവാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളിയായ ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഓക്കെ. 2022 ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ്, ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം ഏത് എന്ന് ഓർത്തു വെക്കുക. GSLV Mark 3 ആണ് ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം. GSLV Mark 3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. GSLV Mark 3 ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളിയായ ശാസ്ത്രജ്ഞ VR ലളിതാംബിക.
കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണത്തിന് മാനദണ്ഡം നിർദ്ദേശിക്കാൻ രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ സംസ്ഥാനത്തെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ കെ ശശിധരൻ നായർ. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം, മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അടുത്തത്, നീതി ആയോഗിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത് സൂഫിയും സുജാതയും. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു പെൻഡുലം എന്നത് ആരുടെ ആത്മകഥയാണ്? ശ്രീകുമാരൻ തമ്പിയുടേതാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ ശ്രീകുമാരൻ തമ്പിയുടേതാണ്. അടുത്ത ഒരു പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന VP മേനോന്റെ പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. കുറുക്കൻ മാഷിന്റെ സ്കൂള് ആരുടെ ബാലസാഹിത്യ കൃതിയാണ്? കുറുക്കൻ മാഷിന്റെ സ്കൂള്. ആൻസർ VR സുധീഷ് ആണ്. VR സുധീഷ്. കുറുക്കൻ മാഷിന്റെ സ്കൂൾ VR സുധീഷിൻ്റെതാണ്. കുറുക്കൻ മാഷ് VR സുധീഷ് എന്ന് ഓർക്കുക. അടുത്തത് നോബൽ സാഹിത്യ പുരസ്കാരത്തിനെ കുറിച്ചാണ്. 2018 നോബൽ സാഹിത്യ പുരസ്കാര ജേതാവ് പോളിഷ് എഴുത്തുകാരിയായ ഓൾഗ ചുക്രാസുക്കും 2019 പുരസ്കാരം ഓസ്ട്രിയൻ എഴുത്തുകാരനായ പീറ്റർ ഹാൻഗെ. അപ്പോൾ ഇതിനാണ് കൂടുതൽ സാധ്യത ചോദ്യം വരാൻ. 2019 സാഹിത്യ പുരസ്കാര ജേതാവ് പീറ്റർ ഹാൻഗെ ഓസ്ട്രിയക്കാരൻ പീറ്റർ ഹാൻഗെ. ഇനി 2018 പുരസ്കാരം നൽകിയതും 19 തന്നെയാണ്. ഓൾഗ ചുക്രാസുക്കിനാണ്, പോളിഷ് എഴുത്തുകാരിയായ ഓൾഗ ചുക്രാസുക്കിനാണ് 2018 പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2019 സമാധാന പുരസ്കാരം നേടിയത് എത്യോപ്യൻ പ്രധാനമന്ത്രിയായ ആബി അഹമ്മദ് അലിക്കാണ് 2019 സമാധാന പുരസ്കാരം ലഭിച്ചത്. കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ചിഹ്നമായ ആനയുടെ പേരെന്താണ്? കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ചിഹ്നമായ ആനയുടെ പേര് മിലു എന്നാണ്. മിലു. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനാണ് അധീർ രഞ്ജൻ ചൗധരി. അപ്പോൾ ഇതൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തോണം. കമ്മിറ്റി ചെയർമാനൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് മുന്നേ ആയിട്ട് ചേഞ്ചസ് ഉള്ളത് അപ്ഡേറ്റ് ചെയ്തോണം. 2018-19 വർഷത്തിലെ സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മികച്ച ജില്ലാ പഞ്ചായത്ത് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2019 ഓസ്കാർ. മികച്ച ചിത്രം ഗ്രീൻ ബുക്കാണ്. മികച്ച സംവിധായകൻ അൽഫോൺസ കുറേൻ, മികച്ച നടി ഒലീവിയ, മികച്ച നടൻ റാമി മലേക്. 2019 ഓസ്കാർ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഗ്രീൻ ബുക്കിനെയാണ്. ഓസ്കാർ അവാർഡ് 2019 മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച നടൻ, ഇത്രയും പഠിച്ചിരിക്കുക. മികച്ച ചിത്രം ഗ്രീൻ ബുക്കാണ്. മികച്ച സംവിധായകൻ അൽഫോൺസ കുറേൻ. നിലവിലെ സംയുക്ത സേനാ മേധാവിയാണ് ബിപിൻ റാവത്ത്. അടുത്തത് 2019 വയലാർ പുരസ്കാര ജേതാവ് VJ ജെയിംസ് ആണ്. 2019 VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിയാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തത്. VJ ജെയിംസ് നിരീശ്വരൻ. പഠിക്കുമ്പോൾ 2018 കൂടി ഓർത്തു വെക്കുക. KV മോഹൻകുമാറിന്റെ ഉഷ്ണരാശിയാണ് 2018 വയലാർ അവാർഡ് ജേതാവ് KV മോഹൻകുമാറാണ്. 2018 വയലാർ അവാർഡ് KV മോഹൻകുമാർ. നമ്മൾ 2019 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം? VJ ജെയിംസിനാണ്. VJ ജെയിംസ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൂടി നോക്കാം. 2019 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്
പി സച്ചിദാനന്ദനാണ്. പി സച്ചിദാനന്ദൻ 2019 പി സച്ചിദാനന്ദൻ. അപ്പോൾ 2019 വള്ളത്തോൾ അവാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ സക്കറിയയാണ്. 2019 വള്ളത്തോൾ അവാർഡ് നേടിയത് പോൾ എന്നോർക്കുക, പോൾ സക്കറിയയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ എമോഷൻ എന്നതാണ്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ എമോഷൻ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം നീതിയുടെ ധീരസഞ്ചാരം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ഓക്കെ, അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സക്സസ് പാത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക്